സ്കൂൾ വിട്ട് വരുമ്പോൾ കുട്ടികൾക്ക് നല്ല ഹെൽത്തി ആയിട്ട് മുതിര വെച്ച് തയ്യാറാക്കി കൊടുക്കാൻ പറ്റുന്ന നല്ലൊരു 4 മണി പലഹാരമാണ് കേട്ടോ ഇന്നത്തെ റെസിപ്പി. അതിനായിട്ട് മുതിര നന്നായിട്ട് തന്നെ വെള്ളത്തിലിട്ട് കുതിർത്തിയെടുക്കണം. എങ്കിൽ മാത്രമാണ് ഇത് നന്നായിട്ട് നമുക്ക് വേവിച്ചെടുക്കാനായിട്ട് പറ്റുള്ളൂ. ഏറ്റവും ചുരുങ്ങിയത് ഒരു 10 മണിക്കൂർ നേരമെങ്കിലും ഇത് വെള്ളത്തിലിട്ട് വെക്കണേ. മുതിര ഞാൻ 1 കപ്പാണ് കേട്ടോ ഇട്ട് വെച്ചിരുന്ന വെള്ളത്തിൽ. നന്നായിട്ട് കുതിർന്ന ശേഷം അതിലേക്ക് ഒരു 1/4 സ്പൂണോളം ഉപ്പും ഇതൊന്ന് കവർ ചെയ്ത് നിൽക്കാൻ പാകത്തിന് വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് വേവിച്ചെടുക്കണം. ഏതാണ്ട് ഒരു 4-5 വിസിൽ വേണ്ടി വരും നമുക്കിത് വെന്ത് കിട്ടാൻ. മുതിര വെന്ത് വരുമ്പോഴേക്കും നമുക്ക് ശർക്കരപ്പാനി റെഡിയാക്കി എടുക്കാം. 1/4 കപ്പ് ശർക്കരയിലേക്ക് ഒരു 1/4 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്ത് അത് നന്നായിട്ട് തന്നെ ഇതുപോലെ പാനിയാക്കി എടുക്കണം. അതിലേക്ക് വീണ്ടും ഒരു 1/4 കപ്പ് തേങ്ങ കൂടെ ഇട്ട് നന്നായിട്ട് വിളയിച്ചെടുക്കാം. ഏലക്കാപ്പൊടി ഒരു 1/4 സ്പൂണോളം നമുക്ക് ചേർക്കാം കേട്ടോ. ചുക്കിൻ്റെയും ജീരകത്തിൻ്റെയും ഒക്കെ ടേസ്റ്റ് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഈ സമയത്ത് കുറേശ്ശെ അതും ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ട് ഇതുപോലെ ഒന്ന് വെള്ളം വറ്റിച്ചെടുക്കണം. ഇനി ഇതിലേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന മുതിര ചേർക്കുകയാണ്. മുതിര ചേർത്ത ശേഷം ഇതിൻ്റെ അകത്തെ വെള്ളമെല്ലാം നന്നായിട്ട് തന്നെ വറ്റിച്ച് നന്നായിട്ട് തന്നെ ഇത് വിളയിച്ചെടുക്കണം. ആ വെള്ളമൊക്കെ വറ്റി നന്നായിട്ട് വിളയിച്ചെടുക്കുന്നതാണ് കേട്ടോ ഇതിൻ്റെ രുചി. വെള്ളമൊക്കെ വറ്റി വരുന്ന സമയത്ത് നമുക്ക് 2 സ്പൂൺ നെയ്യ് കൂടെ ചേർക്കാം. നെയ്യ് കൂടെ ചേർത്ത് നന്നായിട്ട് ഒന്നുകൂടെ അങ്ങ് വിളയിച്ചെടുത്താൽ നമ്മുടെ മുതിര വിളയിച്ചത് റെഡിയാണ്. കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമാവും. സിമ്പിളല്ലേ? അപ്പോൾ ട്രൈ ചെയ്ത് നോക്കണേ.